ബന്ദിമോചനത്തിന്റെ 4ാം ഘട്ടം ഇന്ന് 3 ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചു. റഫ അതിർത്തി ഇന്ന് തുറക്കുമെന്നും 50 കുട്ടികളെ വിദഗ്ധ ചികിത്സയ്ക്കായി ഗാസയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമെന്നും അറിയിപ്പ്. ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കും. അതിനിടയിൽ ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും ഇസ്രായേൽ ആക്രമണവും നടത്തി. 3 ഇസ്രായേൽ ബന്ദികളെയാണ് മോചിപ്പിക്കുകയെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഒഫർ, കൽദറോൺ, കീത്ത് സീഗൽ, എർഥേൻ ബിബാസ് എന്നീ ബന്ദികളെയാകും മോചിപ്പിക്കുക. ഇതിന് പകരമായി 90 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കൈമാറും. ഇവരിൽ 9 പേർ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരാണ്. നീണ്ട 8 മാസങ്ങൾക്കിപ്പുറം റഫ അതിർത്തി ഇന്ന് തുറക്കും. പരിക്കേറ്റ 50 പലസ്തീൻ കുഞ്ഞുങ്ങളെ വിദഗ്ധ ചികിത്സയ്ക്കായി റഫ അതിർത്തി മുഖേന പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 15 മാസം ഇസ്രായേൽ നടത്തിയ ഗാസ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് വിദഗ്ധ ചികിത്സ കാത്തിരുന്ന പലസ്തീനുകളുടെ എണ്ണം 15,000-ന് മുകളിലാണ്. ഇവരിൽ 2,500 പേർ കുട്ടികളാണ്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ തുടർ ചർച്ചകൾക്ക് ഇരുപക്ഷത്തെയും പ്രേരിപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ്. കെയ്റോയിലും ദോഹയിലും കേന്ദ്രീകരിച്ചാകും തുടർ ചർച്ച. ഇസ്രയേലിൽ പര്യടനം പൂർത്തിയാക്കിയ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നെതന്യാഹു ഉൾപ്പെടെ നേതാക്കളുമായി വിശദ ചർച്ചയും നടത്തി. ഫിലാഡൽഫി, നസ്രീം ഇടനാഴികളും സ്റ്റീവ് വിറ്റ്കോഫ് സന്ദർശിച്ചു. ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ച നിർണായകവുമാകും. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു. അതിനിടെ അതിഗുരുതര രോഗങ്ങളാൽ മരണത്തോട് മല്ലിടുന്ന 2,500 കുട്ടികളെ അടിയന്തരമായി ഗാസയിൽ നിന്ന് പുറത്തെത്തിക്കണമെന്ന് UN ജനറൽ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് അറിയിച്ചു. ഗാസയ്ക്ക് പുറത്തു വന്നാൽ കുടുംബങ്ങളിലേക്ക് തിരിച്ചുപോകാൻ അനുവദിക്കുമെന്നും അവർക്ക് ഉറപ്പ് നൽകുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിനിടെ ഗാസയിലെ സേവനം ചെയ്ത 4 അമേരിക്കൻ ഡോക്ടർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമത്തിലാണ് ഗുട്ടറസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഗുരുതര രോഗികളായ പല കുട്ടികളും ചികിത്സ കിട്ടാതെ ഗാസയിൽ മരിക്കുകയാണെന്നും കാലിഫോർണിയയിലെ ട്രോമ സർജൻ ഫിറോസ് സിദ്ബ പറഞ്ഞു. ഗുട്ടറസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം മാർച്ച് 25 മുതൽ ഏപ്രിൽ 8 വരെ ഫിറോസ് ഗാസയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ചില കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന അവസ്ഥയാണ്. ഭൂരിഭാഗം കുട്ടികൾക്കും ആവശ്യമായ നിസ്സാരമായ ചികിത്സ പോലും ഗാസയിൽ ലഭ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണങ്ങളിൽ പരിക്കേറ്റതിനെ തുടർന്ന് കൈകാലുകൾ മുറിച്ചുമാറ്റിയ നിരവധി കുട്ടികൾക്ക് കൃത്രിമ അവയവങ്ങളോ പുനരധിവാസമോ ലഭിക്കുന്നില്ലെന്നും സ്റ്റാൻഫോർഡ് സർവകലാശാല ഡോക്ടർ ആയിഷ ഖാനും ചൂണ്ടിക്കാട്ടി. കാലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്ന അനാഥരായ 2 കുട്ടികളുടെ ചിത്രം മാധ്യമപ്രവർത്തകരെ കാണിച്ച ആയിഷ ഗാസയിൽ നിന്ന് ഒഴിപ്പിച്ചാൽ മാത്രമേ ഈ കുട്ടികൾ അതിജീവിക്കുമെന്നും പറഞ്ഞു. ഒന്നിൽ കൂടുതൽ പരിചാരകരുടെ സഹായത്തോടെ കുട്ടികളെ പുറത്തേക്ക് എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല. ഈ കുട്ടികളെ ചികിത്സയ്ക്ക് പുറത്തു കൊണ്ടുപോകാൻ ബന്ധു തയ്യാറായിരുന്നു. പക്ഷേ ബന്ധുവിന്റെ പിഞ്ചുകുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നതെന്നും കഴിഞ്ഞ നവംബർ മുതൽ ജനുവരി വരെ ഗാസയിൽ ആതുര സേവനം ചെയ്ത ആയിഷ കൂട്ടിച്ചേർത്തു. ഗാസയിൽ 2,500 കുട്ടികളടക്കം 12,000 പേർ അടിയന്തര ചികിത്സയ്ക്ക് പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്നും വെടിനിർത്തൽ നടപ്പിൽ വരുന്നതിന് മുമ്പ് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.